സഹോദരങ്ങളെ, ഖുർആനിലെ ഏതാനും കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സൂറത്തുൽ ഫാത്തിഹയാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ആ അധ്യായത്തിലെ ഒരു വചനമാണ് മാലിക് യൗമിദ്ദീൻ എന്നുള്ളത്. എല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണ്. ഒരു മുസ്ലിമിന് ഈ ആയത്ത് ഓതി കേൾപ്പിക്കേണ്ട ആവശ്യമല്ല. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള അർത്ഥം പരലോക നാളിന്റെ ഉടമസ്ഥൻ എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ദീനിന് പരലോകം എന്ന ഒരു അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ എവിടെയും അങ്ങനെ ഒരു അർത്ഥമില്ല. സൂറത്ത് യൂസഫില് ദീനിൽ മലിക് എന്ന് പറയുന്നുണ്ട്. 76-ാമത്തെ വചനം രാജാവിന്റെ ദീന്, ആ പ്രവിശ്യയിലെ ആ പ്രദേശത്തെ രാജാവിന്റെ ദീന് എന്നുള്ള അർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിയമം എന്നാണ് അർത്ഥം അവിടെ. അപ്പൊ അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കുന്ന, നിലവിൽ വരുന്ന അള്ളാഹുവിന്റെ ദീന് സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ സമ്പൂർണമായ അധികാരി എന്നാണ് ആ പദത്തിന്റെ നേരിട്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദീൻ എന്ന് പറഞ്ഞാൽ സാധാരണ ദീനല്ല, അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിതമാകുന്ന യൗമ് എന്ന് പറഞ്ഞ ആ കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ സമ്പൂർണമായ അധികാരി എന്നാണ് ആ പദത്തിന്റെ, ആ ആയത്തിന്റെ നേരർത്ഥം. പരലോകം എന്നുള്ളത് ഇവര് സങ്കല്പിച്ച് പറഞ്ഞ അർത്ഥമാണ്. ദീനിന് ഒരിക്കലും പരലോകം എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെ അർത്ഥം? ഖുർആനിലെ വചനങ്ങൾ, ഖുർആനിലെ ആയത്തുകൾ അട്ടിമറിക്കപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, ഒരു വചനം പോലും അട്ടിമറിക്കപ്പെടാത്തത് ഖുർആനിലില്ല. അങ്ങനെ അട്ടിമറിക്കപ്പെട്ട കൂട്ടത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ വചനങ്ങളും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാലിക് യൗമിദ്ദീൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ ദീന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിരവധി സ്ഥലങ്ങള് ദീനെന്നും അദ്ദീനെന്നും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പരലോകം എന്ന അർത്ഥം ഖുർആനിൽ കാണാൻ കഴിയില്ല. നിയമം, നിയമവ്യവസ്ഥ, ജീവിത വ്യവസ്ഥ എന്നൊക്കെയാണ് അതിന്റെ ദാനയദീനും മുദായനത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം. അപ്പോ അദ്ദീന് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയുടെ ദീനല്ല, അത് ദൈവികമായ ദീനാണ്, ദൈവികമായ വ്യവസ്ഥിതിയാണ്, ദൈവികമായ ആശയം. അത് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം കിട്ടുന്ന, സത്യവും നീതിയും ധർമ്മവും കരുണയും ലോകത്ത് നടപ്പിൽ വരുന്ന ഒരു കാലഘട്ടത്തിന്റെ സമ്പൂർണമായ അധികാരി ആരാണോ അവൻ എന്നാണ് പറയുന്നത്. അത് അല്ലാഹുവാണ്. സമ്പൂർണമായ നീതി നടപ്പിലാക്കാൻ കഴിയുന്നത് ഒരു ദൈവികമായ വ്യവസ്ഥിതിക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്ത നിയമവ്യവസ്ഥകൾക്ക് 100 ആളുകൾക്ക് എത്ര തന്നെ നീതി നടപ്പാക്കിയാലും ഒരു 4 ആൾക്കെങ്കിലും അനീതിയായിട്ട് വരും. ഒരു രാജ്യത്ത് 1000 ആളുണ്ടെങ്കിൽ ഒരു 5% ആളുകൾക്കെങ്കിലും ആ രാജ്യത്തെ നിയമവ്യവസ്ഥ അനീതിയായിട്ട് വരും. അങ്ങനെ ഒരു രാജ്യത്തിന് നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പക്ഷപാതരഹിതമായ, ആരോടും പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ലാത്ത, പക്ഷപാതരഹിതമായി നിസ്വാർത്ഥമായ ഒരു ദൈവിക വ്യവസ്ഥിതി നീതിപൂർവം നടപ്പിലാക്കാൻ കഴിയുന്നത് അത് അള്ളാഹുവിന്റെ ദീനിന് മാത്രമേ ഉള്ളൂ, അവന്റെ ജീവിത വ്യവസ്ഥിതിക്ക് മാത്രമേ ഉള്ളൂ. അത് ലോകത്ത് നടപ്പിൽ വരുന്ന യൗമ്, അതാണ് അതിന്റെ കാലം എന്ന് പറയുന്നത്. അത് നടപ്പിൽ വരുന്ന കാലത്തിന്റെ സമ്പൂർണമായ അധികാരി, അതാണ് മാലിക് യൗമിദ്ദീൻ. അവിടെ നമ്മൾ മലിക്കാണോ മാലിക്കാണോ എന്ന് തർക്കിക്കൊന്നും വേണ്ട. ഖുർആനിലും മലിക് എന്നും സാധാരണ രാജാവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സൂറത്ത് യൂസുഫിലെ തന്നെ 76-ാമത്തെ വചനത്തിൽ ഈ ദീനിൽ മലിക് എന്നുള്ളത് ആ പ്രവിശ്യയിലെ ആ രാജ്യത്തെ രാജാവിനെ കുറിച്ചാണ് അവിടെ മലിക് എന്ന് പറഞ്ഞത്, അല്ലാതെ അള്ളാഹുവിനെ കുറിച്ചല്ല. അപ്പൊ മലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഉന്നതമായ ഒരു അർത്ഥം കിട്ടുമെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് സന്ദർഭത്തിൽ നിന്നാണ്, അത് അള്ളാഹുവിനെയാണോ മനുഷ്യരെയാണോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന്റെ സമ്പൂർണമായ അധികാരി, നീതി നടപ്പിലാക്കാൻ കഴിയുന്ന, അതാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പക്ഷപാതരഹിതമായി വീതിക്കപ്പെട്ടതാണ്. ഇപ്പൊ വായു, അത് എന്റെ വീട്ടിൽ മാത്രം ചുറ്റിപ്പറ്റുന്നതല്ല.
എന്റെ വീട്ടിന്റെ നാലോളം മാത്രം ഓക്സിജൻ അല്ലെങ്കിൽ വായു, അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്റെ വീട്ടിന്റെ മുകളിൽ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും 4 ആളുകളുടെ വീട്ടിൽ മാത്രം, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മാത്രം സൂര്യൻ. ദൈവിക അനുഗ്രഹങ്ങളൊക്കെ പൊതുവിതരണ സമ്പ്രദായമാണ്. എല്ലാവർക്കും കിട്ടത്തക്ക രൂപത്തിലാണ് അവന്റെ അനുഗ്രഹങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ ചില ആളുകളുടെ തെറ്റായ കൈകടത്തലുകൾ മുഖേന ചില ആളുകൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ചില ആളുകളുടെ തെറ്റായ ഇടപെടലുകൾ, സ്വാർത്ഥതകൾ, അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരും സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു എല്ലാവർക്കുമായിട്ടാണ് വീതിച്ച് നൽകിയിട്ടുള്ളത്. എല്ലാവർക്കും വീതിച്ച് നൽകിയിരിക്കുകയാണ് അവന്റെ അനുഗ്രഹങ്ങൾ. അത് എല്ലാവർക്കും കിട്ടത്തക്ക രൂപത്തിലാണ്. ഞാൻ അതാ പറയല്ലേ, അതിനേക്കാൾ ലളിതമായി അള്ളാഹുവിന്റെ സന്മാർഗം ജനങ്ങൾക്ക് കിട്ടണമെന്ന എന്റെ അഭിപ്രായത്തിൽ. മനുഷ്യർക്ക് വായുവും വെള്ളവും വെളിച്ചവും കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ അവന്റെ ഗൈഡൻസ്, അവന് വേണ്ട ജീവിതത്തിൽ വേണ്ട മാർഗദർശനം അവന് കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ആ കിട്ടത്തക്ക രൂപത്തിലാണ് അവൻ അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതൊരാൾ ചോദിക്കേണ്ടായി, ഒരാളിപ്പോ നന്മ ചെയ്തു, ഒരാൾ ഈ കിതാബൊന്നും വായിക്കാതെ തന്നെ നന്മ ചെയ്തു, അതിന്റെ ഗുണം അവന് കിട്ടുമോ? ഇപ്പൊ യൂറോപ്യൻ ലോകത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം, ഇസ്ലാമികമല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ വേദമൊന്നും അവർ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് ചോദിച്ചു. അത് ഖുർആനിക തത്വം തന്നെയാണ്. നന്മക്ക് നന്മ എന്നുള്ളത് ഖുർആനിന്റെ തത്വമാണത്. നന്മ ചെയ്തവന് നന്മയും തിന്മ ചെയ്തവന് തിന്മയും അത് കാണുകയും അവൻ അനുഭവിക്കുകയും ചെയ്യും എന്നുള്ളത് ഖുർആനിന്റെ തത്വമാണത്. ഒമയ്യാമൽ മിക്കാല ദർറത്തിൻ ഖൈറൻ യറ ഒമയ്യാമൽ മിക്കാല ദർറത്തിൻ ശർറൻ യറ. ഇത് ഖുർആനിന്റെ തത്വമാണ്. ഒരു തീയ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ തീയിനെ കുറിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി. അത് ഇത്ര ചൂടുണ്ട്, അതിൽ തൊട്ടാൽ ഇന്നതൊക്കെ അപകടങ്ങളുണ്ട്, ശരീരത്തിലെ തൊലി ഇന്ന രൂപത്തിലൊക്കെ കരിയും എന്നൊക്കെ വായിച്ച് പഠിച്ച ഒരു മനുഷ്യൻ തീയിൽ തൊട്ടാലും, ഇതൊന്നും വായിച്ച് പഠിക്കാത്ത ഒരാൾ തീയിൽ തൊട്ടാലും കൊള്ളും. രണ്ടായാലും പൊള്ളൽ കൊള്ളും എന്നതുപോലെയാണ് നന്മ. വേദം വായിച്ച് നന്മയെ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി അതിന് ആധികാരികത കിട്ടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നന്മക്ക് നന്മ തന്നെയാണ് പ്രതിഫലം കിട്ടുക, തിന്മക്ക് തിന്മ തന്നെയാണ് പ്രതിഫലം കിട്ടുക. ഇത് ഖുർആനിന്റെ തത്വമാണത്. ലോകം നന്മ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണഫലം, ദീൻ ലോകം നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. എല്ലാം അല്ലാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ടല്ല. ഇവിടെ സംവിധാനിക്കാത്ത ഒന്നുമില്ല. അപ്പൊ ഈ അള്ളാഹു എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയോ പറഞ്ഞ പോലെ, അള്ളാഹു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചിത്രമായ ഏതോ ഒരു വസ്തു എവിടെയോ കസേരട്ടിരിക്കുന്ന ഒരു അള്ളാഹുവിനെ സങ്കല്പിക്കുമ്പോഴാണ് ഇതൊക്കെ ഈ പ്രശ്നം. അനേക കോടി ഗുണങ്ങളുടെ, അനേക കോടി നന്മകളുടെ, അനേക കോടി ഗുണങ്ങളുടെ ഒരു ആകത്തുകയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ രക്തധമനികളുടെ ഓരോ ചലനവും, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഓരോ ചലനവും, അതാണ് രക്തധമനിയേക്കാൾ അള്ളാഹു അടുത്തതാണെന്ന് ഖുർആനിൽ പറയുന്നത്. എന്തിനധികം നമുക്കൊന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ വരെ അള്ളാഹുവിന്റെ ഈ ദൈവികമായ നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ എണീറ്റ് നിൽക്കാൻ കഴിയില്ല. എണീറ്റ് നിൽക്കണമെങ്കിൽ വരെ ഈ ദൈവം അല്ലെങ്കിൽ ദൈവികമായ പാരാമീറ്റർ അവന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി കൊണ്ടല്ലാതെ കഴിയില്ല. ഒരു പൂവ് കായ്ക്കുന്നുണ്ടെങ്കിൽ, അത് പുഷ്പിക്കുന്നുണ്ടെങ്കിൽ, അത് കായ്ക്കുന്നുണ്ടെങ്കിൽ, അത് ഫലം നൽകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അനേക കോടി ഈ പ്രപഞ്ചത്തിലെ ഓരോ നിയമവ്യവസ്ഥയും ഈ ദൈവിക നിയമങ്ങൾക്കനുസരിച്ചാണ് നടക്കുന്നത്. ഈ വ്യവസ്ഥിതി മനുഷ്യർക്ക് വേണ്ടി ഇവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണത് പ്രപഞ്ചത്തില്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യാനുള്ള ജോലി. അത് കണ്ടെത്തുകയും മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ രൂപത്തിൽ അത് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ മേൽ അള്ളാഹു ഏൽപ്പിച്ച ജോലി.
അത് ഞാൻ പറയുന്നത് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ സമ്പൂർണമായ അധികാരി അവൻ തന്നെയല്ലേ എന്ന് നമ്മൾ സമ്മതിക്കും. ഇവര് ഈ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ പടച്ചവനല്ല. ഇന്ന് മതങ്ങൾ ഉണ്ടാക്കിയ വൈക്കോൽ തുരുമ്പുകൾ കൊണ്ടുണ്ടാക്കിയ പടച്ചവൻ എന്ന് പറഞ്ഞാല് യുക്തിയും പാടില്ല, ബുദ്ധിയും പാടില്ല, ചിന്തയും പാടില്ല. ഇതൊക്കെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഇവർ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് പോയ ആ ദൈവം ഭസ്മമായി പോകുന്നത് കാണാം. ആ ദൈവത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, വൈക്കോൽ തുരുമ്പ് കൊണ്ടുണ്ടാക്കിയ പടച്ചവനാണ് ദൈവമാണ് ഇപ്പം മതങ്ങൾ ഉണ്ടാക്കിയ ദൈവം. ആ ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളിയോണ്ട് പോയാൽ മതി, അത് കരിഞ്ഞ് ഭസ്മായി പോകും. പക്ഷേ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു വസ്തുവല്ലാതെ എവിടെയെങ്കിലും കസേരയിട്ടിരിക്കുന്ന വിചിത്രമായ കയ്യും കാലും പേറ്റയും അതുപോലുള്ള വിചിത്രമായ ഏതോ ഒരു വസ്തു ഏഴാനാകാശത്ത് എവിടെയോ ഇരുന്നിങ്ങനെ ഭരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ആളുകളുടെ തലക്ക് പോലെ മേട്ടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവിനെ സങ്കല്പിക്കുമ്പോൾ ആ സൃഷ്ടാവിന്റെ അടുത്തേക്ക് യുക്തി കൊണ്ട്, ഒരു ചെറിയ യുക്തി കൊണ്ട് പോയാൽ മതി, അത് ഭസ്മമായി പോകും. ആകട്ടെ ആ ദൈവത്തിനെ കാണാൻ തന്നെ പറ്റൂല. അതാണ്. അപ്പൊ ഈ ഒരു ദീൻ എന്ന് പറയുന്നത് നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളാണ് ദീൻ എന്ന് മനസ്സിലാക്കുകയും അത് നടപ്പിൽ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന്റെ നാഥനാണ് സൃഷ്ടാവ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യനിൽ നിന്ന് ഇവന് ആചാരാനുഷ്ഠാനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ദൈവസങ്കല്പാണ് അവിടെ കടന്നു വരുന്നത്. അതല്ല മറ്റത് ഇതൊക്കെ സംവിധാനിച്ച, ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് അല്ലാഹു. അതായത് അവന്റെ വ്യവസ്ഥിതി, അവന്റെ നിയമമാണത്. അത് ഒരു അണുവരെ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ഒരു അണുവരെ ജീവിക്കുന്നതും സഞ്ചരിക്കുന്നതും ചലിക്കുന്നതും അത് നിലനിൽക്കുന്നതും അതിനനുസരിച്ചിട്ടാണ്. പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ വൈദ്യുതി, ഞാൻ പറഞ്ഞല്ലോ, ഈ കറണ്ട് ഇവിടെ ഉണ്ട്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ എഡിസൺ അത് കണ്ടുപിടിച്ചപ്പോ അത് ലോകത്തിന് ഉപകാരമായി. അത് അതാണ് ഒരു കർമ്മം. സൽക്കർമ്മം എന്ന് പറയുന്നത്, ഞാൻ പറയാറുണ്ട്, ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്തവന് മാത്രമല്ല, ആരാധനാനുഷ്ഠാനങ്ങൾ ഒരു കർമ്മമേ അല്ല എന്നെ അഭിപ്രായം. അതൊരു കർമ്മം തന്നെയല്ല. സൽക്കർമ്മം എന്ന് പറയുന്നത് ഞാൻ ചെയ്താൽ എനിക്ക് മാത്രമല്ല, ഞാൻ ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കും ഈ സമൂഹത്തിനും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയും. അതാണ് സൽക്കർമ്മം. അതാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്. എഡിസൺ ഒരു വൈദ്യുതിയെ കണ്ടുപിടിച്ച് അയാൾ അതിന്റെ പ്രാഥമികമായ ഒന്നേ ഇട്ടുപോയുള്ളൂ. പക്ഷെ നൂറ്റാണ്ടുകൾ അതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നൂറ്റാണ്ടുകൾ ഇതിന്റെ ഗുണഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതാണ് ചെയ്തവനും കണ്ടു നിൽക്കുന്നവനും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലേക്കും അത് പറന്ന് പന്തലിച്ച് അതിന്റെ നന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതാണ് അമലുസാലിഹാത്ത്. ഖുർആൻ പറയുന്ന അമലുസാലിഹാത്തിനെ നമുക്ക് നിർവചിക്കുന്ന പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. ഇതൊരു ശാസ്ത്രരംഗത്തുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഖുർആൻ നമുക്കൊരു തെറ്റിദ്ധാരണ, ഞാൻ ആ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ട്, ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥാണെന്ന്. ഖുർആൻ ഒരു വിജ്ഞാനത്തിന്റെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സ്രോതസ് മാത്രമേ ഉള്ളൂ, ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല ഖുർആൻ. അങ്ങനെ ചില പുരോഹിതന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും കണ്ടുപിടിച്ച അത് ഖുർആനിലുണ്ട്, വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച അത് നമ്മളെ ഖുർആനിലുണ്ട് എന്ന ഈ എട്ടുകാലും അമ്മുഞ്ഞിയുടെ ഈ സ്വഭാവം സ്വീകരിക്കുന്ന പുരോഹിതന്മാരാണ്. ഖുർആൻ ഒരു വിജ്ഞാനത്തിന്റെ സ്രോതസ് മാത്രമേ ആകുന്നുള്ളൂ. ഇവനെ അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് തള്ളിവിടാനുള്ള ഭൂമിയിൽ അല്ലാഹു നിക്ഷേപിച്ച, അവന് വേണ്ടി നിക്ഷേപിച്ച, അതാണ് വലക്കത് ആത്തയിത്തും തുല്യമാസായിരുത്തുന്ന, നിങ്ങൾക്ക് ചോദിച്ചതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എഡിസന്റെ മുമ്പ് വൈദ്യുതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യം വന്നില്ല. അത് അയാൾ കണ്ടുപിടിച്ചപ്പോ നൂറ്റാണ്ടുകളോളം അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത് ശാസ്ത്രരംഗത്തുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടാണെങ്കിൽ ധാർമ്മിക രംഗത്ത്, സ്വഭാവ രംഗത്ത് എല്ലാം ഇവിടെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അടിമത്തത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളോളം മനുഷ്യന് ബോധമുണ്ടായിരുന്നില്ല. ഞാൻ അടിമയാണെന്നോ, ഞാൻ അടിമത്തത്തിന് വിധേയമാണെന്നോ, ഞാൻ മറ്റുള്ളവരുടെ പീഡനങ്ങൾക്ക് ഇരയാവുകയാണെന്നോ ജനങ്ങൾക്ക് ബോധമില്ലാത്ത ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയി.
പക്ഷേ മോചനം എന്ന് പറയുന്ന ഒന്നും അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ മോചനത്തിന്റെ ആവശ്യകത മനുഷ്യൻ കണ്ടെത്തിയപ്പോൾ അവന് മോചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോന്നും കരുണ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അള്ളാഹു. ക്രൂരതയും അതുപോലെ തന്നെയുണ്ട്. മനുഷ്യൻ ക്രൂരതയാണ് തനിക്ക് ആവശ്യമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന കാലഘട്ടത്തില് അവന് കരുണയെക്കുറിച്ച് അറിയില്ല, ദയയെക്കുറിച്ച് അവൻ അറിയില്ല, സ്നേഹത്തെക്കുറിച്ച് അവൻ അറിയില്ല. അതാണ് തെരുവ് പട്ടിയേക്കാൾ, തെരുവ് നായ്ക്കളേക്കാൾ വളരെ മോശപ്പെട്ട രീതിയിൽ ലക്ഷക്കണക്കിന് വർഷം മനുഷ്യർ കഴിഞ്ഞുപോയി. ഇനിയും മനുഷ്യൻ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വരും തലമുറക്ക് കഴിയില്ല. അതാണ് സത്യവും നീതിയും ധർമ്മവും ന്യായവും കരുണയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ലോകത്ത് നടപ്പിൽ വരുന്ന ഒരു കാലഘട്ടത്തിന്റെ സമ്പൂർണമായ ഉടമസ്ഥൻ ആരാണോ, ആ സമ്പൂർണമായ അധികാരി ആരാണോ, ആ അധികാരിയാണ് റഹ്മാനുർ റഹീം പറഞ്ഞ ശേഷമാണ്. അത് റഹ്മാനുർ റഹീം നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അത്രക്ക് വിശാലമായ ആശയങ്ങളാണ് റഹ്മാനുർ റഹീം. അൽഹംദുലില്ലാ, അതാണ് ഞാൻ ഈ മാലികയോമത്തിലേക്ക് വേഗം ചാടിയത്. അതാണ് ദീൻ എന്ന് പറയുന്നത്. അതാണ് നേരെമറിച്ചൊരു ആചാരാനുഷ്ഠാനം ഞാനിവിടെ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആർക്കും അതുകൊണ്ട് ഗുണമല്ല, എനിക്ക് തന്നെ ഗുണമല്ല, കാണുന്നവനും ഗുണമല്ല, നൂറ്റാണ്ടുകൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ചെയ്യുന്ന വ്യക്തിക്ക് വരെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഗുണമില്ല എന്നാ പറയണത്. ഞാൻ ഇവിടെ നിന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താ ഗുണം? എനിക്കെന്താ ഗുണം? എന്റെ സമയം പാഴായി എന്നല്ലാതെ. കാണുന്നവന് ഗുണമില്ല, സമൂഹത്തിന് ഗുണമില്ല, ചെയ്യുന്നവന് ഗുണമില്ല. നേരെ മറിച്ച് ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത് ഈ ചെയ്യുന്നവന് മാത്രമല്ല, കാണുന്നവനും ആ സമൂഹത്തിനും നൂറ്റാണ്ടുകളിലേക്കും അതിന്റെ നന്മ വ്യാപിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അതാണ് അമലു സാലിഹാത്തിന്റെ ഏറ്റവും ആരാധനാനുഷ്ഠാനങ്ങളുടെ തകർച്ചയും അതാണ്. മാത്രമല്ല, ആരാധനാനുഷ്ഠാനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ സമൂഹമല്ലാത്ത മറ്റൊരു സമൂഹത്തിന്റെ സഹായം ഇവിടെ ആവശ്യമാണ്. ഞാൻ പറയുന്നത് എന്താണ്? ഇതൊന്നും പള്ളികളില്ലാത്ത വർഷങ്ങൾ എത്ര കാലഘട്ടം കഴിഞ്ഞു. പാറകളും മലകളും തുരന്ന് അവിടെ താമസിച്ചിരുന്ന നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞുപോയി. അന്നവിടെ പള്ളി, ആരാധനാനുഷ്ഠാനങ്ങൾ സ്ഥാപിക്കാനുള്ള പള്ളികൾ എവിടെ? അന്നത്തെ ആളുകൾക്ക് പള്ളി വേണ്ടേ? മതം നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന ബാഹ്യശക്തികളുടെ സഹായം വേണം. ഈ ഏത് മതസ്ഥരാണോ ആ മതസ്ഥരുടെ മാത്രമല്ല. ഒരു പള്ളി സ്ഥാപിക്കണമെങ്കിൽ അതിന്റെ ഭൗതികമായ സഹായങ്ങളൊക്കെ അതിന് വേണം. സമ്പത്ത് വേണം, ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ വേണം, ആ പള്ളി നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ വേണം. ഇതൊക്കെ കണ്ടെത്തണം. ഇതൊക്കെ കണ്ടെത്തിയാലേ ഒരു ആരാധനാനുഷ്ഠാനം നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പൊ ഒരു മതം നിലനിർത്താൻ ആ മത അനുയായികളെ മാത്രമല്ല, ആ മതാനുയായികളല്ലാത്ത മറ്റു മനുഷ്യരുടെയും പ്രവർത്തനങ്ങളുടെ സഹായം ആ മതാനുഷ്ഠാനം നിലനിർത്താൻ പറഞ്ഞ ഹജ്ജ് നിലനിർത്തണമെങ്കിൽ വിമാനം കണ്ടുപിടിക്കണം, കപ്പൽ കണ്ടുപിടിക്കണം. ഒരു മക്കാരുടെ കാര്യമല്ല ഞാൻ പറയണത്. ഈ മക്കളുടെ നാലോടുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ആ അനുഷ്ഠാനം നിർവഹിക്കണമെങ്കിൽ മറ്റു പല ആളുകളുടെയും അധ്വാനവും കണ്ടെത്തലുകളും പ്രവർത്തനങ്ങളും അതിനാവശ്യമാണ്. അല്ലെങ്കിൽ അതെങ്ങനെ നിലനിൽക്കുക? കപ്പലില്ലാതെ, ബോട്ടില്ലാതെ, വിമാനമില്ലാതെ, അവിടെ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ആധുനിക സജ്ജീകരണങ്ങളില്ലാതെ ഒരനുഷ്ഠാനം എങ്ങനെ നിലനിർത്താൻ കഴിയുന്ന പറയുന്നത്? സലാത്ത് വാർഷികം എങ്ങനെ നിലനിർത്താൻ കഴിയും? ദിക്ർ വാർഷികം എങ്ങനെ നിലനിർത്താൻ കഴിയും? നിലനിർത്താൻ കഴിയില്ല. അപ്പോഴാണ് മതത്തിന് നിലനിൽക്കണമെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മതത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ മതാനുയായികളുടെ മാത്രമല്ല, അതിന് പുറത്തുള്ള ആളുകളുടെ സഹായവും അതിനാവശ്യമാണ്. അവരുടെ സമ്പത്ത് ആവശ്യമാണ്, അവരുടെ അധ്വാനം ആവശ്യമാണ്, അവരുടെ കണ്ടെത്തലുകൾ ആവശ്യമാണ്. എന്നിട്ടോ അത് ലോകത്തിന് വല്ല ഗുണവും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങൾ ഒരുക്കേണ്ട അധ്വാനവും സമ്പത്തും മുഴുവൻ പാഴാക്കി കളയുകയുമാണ്. അത് 1-2 രൂപയാണോ? അല്ല, കോടിക്കണക്കിന് രൂപയാണ് പാഴാക്കി കളയുന്നത്. എന്നാൽ ദീനിന് നിലനിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? ആരുടെയും ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ ആവശ്യം ദീൻ, അധ്വാനത്തിന്റെ ആവശ്യം ദീൻ നിലനിർത്താനില്ല എന്നെന്റെ അഭിപ്രായം. ദീൻ സ്വയം നിലനിൽക്കുന്നതാണ്. സത്യം എന്ന് പറയുന്നത് നിലനിൽക്കാൻ ആരുടെയാണ് വേണ്ടത്? എത്ര രൂപ ചെലവാക്കണം സത്യം നിലനിൽക്കാൻ?
ധർമ്മം നിലനിൽക്കാൻ, നീതി നിലനിൽക്കാൻ, മാത്രമല്ല ലോകത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ ദീൻ ആവശ്യമാണെന്നാ പറയണം. അതാണ് വ്യത്യാസം. നിങ്ങൾക്കത് രണ്ടും വ്യത്യാസം മനസ്സിലായോ? മതം എന്ന് പറയുന്നത് മനുഷ്യർ നിർമ്മിക്കുന്നതാണ്. അവരാണ് ഈ തേറ്റയും അതുപോലെയുള്ള സൃഷ്ടാവിനെ ദൈവങ്ങളെയൊക്കെ അവരുണ്ടാക്കുന്നത്. കുറെ പല്ലും തേറ്റയും കയ്യും കാലും തുമ്പിക്കൈയും മറ്റതും ഇതൊക്കെയുള്ള ഈ ദൈവങ്ങളെ മനുഷ്യരാണ് സൃഷ്ടിക്കുന്നത്. അവന് സീറ്റ് നിശ്ചയിച്ചു കൊടുക്കുന്നത്, അവന് ഇരിപ്പിടം നിശ്ചയിച്ചു കൊടുക്കുന്നത് അതൊക്കെ മനുഷ്യരാണ്. പക്ഷേ അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളുടെ നിയമവ്യവസ്ഥയാണ്. അതൊരു വസ്തുവല്ല, അതൊരു വസ്തുതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനി അത്ര ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ഒന്നും കൂടി ആഴത്തിലേക്ക് പോകേണ്ട വിഷയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെ മനുഷ്യന്റെ തെറ്റായ ഇടപെടലുകൾ മുഖേന, അപ്പൊ ഞാൻ ഒരു ഭരണകൂടത്തിന്റെയോ വ്യക്തികളുടെയോ തെറ്റായ ഇടപെടലുകൾ മുഖേന സ്വന്തമാക്കി വെച്ച ഈ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. ഇതാണ് ദീനിന്റെ അടിസ്ഥാന തത്വം. ആർക്കും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ലോകത്തുണ്ടാകരുത്. അതാണ് അറായിത്തല്ലതി യുദ്ധീൻ വദാലിക്കല്ലതി യദുൽ വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അതാണ് ദീൻ എന്ന് പറയുന്നത്. മിസ്കീനിന്റെയും യതീമിന്റെയും അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. എല്ലാവർക്കും പൊതുവിതരണ സമ്പ്രദായമാണ് അള്ളാഹുവിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ. അത് ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ പൊതുവിതരണ സമ്പ്രദായമാണ്. ഇപ്പൊ സൂര്യപ്രകാശം എന്റെ വീട്ടിന്റെ മുകളിൽ മാത്രം ഇങ്ങനെ വന്നു നിൽക്കൂല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ ഗുണഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. ഇത് ഒരാൾ മാത്രം സ്വായത്തമാക്കി. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും, ഈ അനുഗ്രഹങ്ങൾ മനുഷ്യന്റെ തെറ്റായ ഇടപെടലുകൾ, നീതിപൂർവമല്ലാത്ത ഇടപെടലുകൾ, അക്രമപരമായ സ്വാർത്ഥതയിലൂന്നിയ പ്രവർത്തനങ്ങൾ, ഇതുമൂലം സ്വായത്തമാക്കി വെച്ച, അതുകൊണ്ട് അവഗണിക്കപ്പെട്ട അനാഥകളെയും മിസ്കീനുകളെയും, അവർക്ക് പുറന്തള്ളപ്പെട്ട അനാഥകളെയും മിസ്കീനുകളുടെയും അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥ ലോകത്ത് നടപ്പിൽ വരണം. അതിന്റെ സമ്പൂർണമായ അധികാരി ആരാണോ ആ അധികാരി റഹ്മാനും റഹീമുമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. അതാണ് ദീൻ. അതാണ് ദീന്. ഇതിന്റെ അവകാശം ഇത് ആർക്കാമോ? ഇത് വേണ്ടാന്ന് ഇപ്പൊ ആരാ പറയാ? ഏത് യുക്തിയാണ് പറയാ? ഏത് ബുദ്ധിയാണ് പറയാ? ഏത് പ്രായോഗിക വാദക്കാരാണ് പറയാ ഇത് വേണ്ടാന്ന്? ഈ ദീൻ വേണ്ടാന്ന് ആരാ പറയാ? അമേരിക്കക്കാർ പറയാം ഞങ്ങൾക്ക് നീതിയൊന്നും വേണ്ട. ലണ്ടനിലെ ആമസോൺ വനാന്തരങ്ങളിലെ ആദിവാസികൾ പറയോ ഞങ്ങൾക്ക് നീതിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ധർമ്മം വേണ്ട, സത്യം വേണ്ട, അതൊന്നും എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ലാണ് ലോകത്ത് ആരാത് പറയും. ഇന്ന് നമ്മൾ ദീൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിന്റെയും അപ്പുറത്ത്, 6-ാം നൂറ്റാണ്ടിനെയും പറയാൻ പറ്റൂല. 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് കുറച്ചൊക്കെ സംസ്കാരം ഉണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ അറബികളിൽപ്പെട്ട തന്നെയാണ് ഖദീജ ബീവിയൊക്കെ. ആ സമൂഹത്തിൽ കുറച്ചൊക്കെ വ്യാവസായിക രംഗത്തൊക്കെ കച്ചവട രംഗത്തൊക്കെ ഉന്നതിയിൽ നിന്നിരുന്ന സ്ത്രീ. അപ്പോ അറബികൾ അത്ര മോശമായിരുന്നില്ല 6-ാം നൂറ്റാണ്ടിലെന്ന നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകണം. അപ്പൊ അതിനേക്കാൾ അപ്പുറത്തുള്ള പ്രാകൃതമായ ആചാരാനുഷ്ഠാനങ്ങളെ ഈ രാജ്യങ്ങളിൽ സ്ഥാപിക്കണം. അതാണ് ദീനെന്ന് പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടിനും അതിനപ്പുറത്തുമുള്ള പ്രാകൃതമായ വേഷവിധാനങ്ങൾ അതിവിടെ സ്ഥാപിച്ചു കിട്ടണമെന്ന് പറയുമ്പോൾ, ജൂത ക്രൈസ്തവരിൽ നിലനിന്നിരുന്ന ശിക്ഷാരീതികൾ അത് ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് നടപ്പിൽ വരുത്തണമെന്ന് പറയുമ്പോൾ ആ ദീനാണ് ഇവിടെ വേണ്ടാന്ന് ലോകം പറയുന്നത്. ദയവീരത്ത് ആ ദീൻ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. ആ ദീനിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിന് നമ്മക്കും വേണ്ട. ലോകത്തിന് മാത്രമല്ല ആ അള്ളാഹുവിനെ നമ്മക്കും തൽക്കാലം വേണ്ട. അതാണ് ദീനെന്ന് പറഞ്ഞു ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ദീനതാണ്. 6-ാം നൂറ്റാണ്ടിലും അതിനപ്പുറത്ത് നിലനിന്നിരുന്ന പ്രാകൃതമായ ശിക്ഷാരീതികൾ, കുഴിയിൽ നിർത്തി എറിഞ്ഞു കൊല്ലുന്നു. നമ്മളെ എറിഞ്ഞു കൊല്ലലൊക്കെ ഖുർആനിൽ പറഞ്ഞത് കാഫിറുകളുടെയും മുശ്രിക്കുകളുടെയും ശിക്ഷാരീതിയാണ്.
ഖുർആനിലെ റജ്മ് എന്നാണല്ലോ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷക്ക് പറയുന്നത്. റജ്മ് എന്ന വാക്കാണ്. ഖുർആനിലെ റജ്മ് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കോളൂ. മുശ്രിക്കുകളും കാഫിരീങ്ങളും പറഞ്ഞ ശിക്ഷാരീതിയാണ്. അതന്നെ എറിഞ്ഞു കൊല്ലലല്ല എന്ന് എന്റെ അഭിപ്രായം. ഇബ്രാഹിം നബിയോട് പാപ്പ പറയണ്ടില്ല അർജുമന്നക്ക. സൂറത്ത് അസ്ഹാബുൽ കഹ്ഫിൽ ആളുകൾ പറയുന്നത് അർജുമന്നക്കാണ്. അവിടെയൊക്കെ റജ്മ് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മുശ്രിക്കിന്റെയും കാഫിറിന്റെയും മുസ്ലിമിന്റെ ശിക്ഷാരീതിയായിട്ട് ഖുർആനിൽ എവിടെയും റജ്മ് പറയുന്നില്ല. ഇനി നിങ്ങൾ ഒഴിഞ്ഞുപോയി പരിശോധിച്ചാൽ മതി. ഖുർആനിൽ റജ്മു എന്ന് വന്ന വാക്ക് റജമ എർജുമു എന്ന് ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങളിലെ വാക്കുകളൊക്കെ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കോളൂ. കാഫിരീങ്ങളുടെയും മുശ്രിക്കുകളുടെയും ശിക്ഷാരീതിയാണ്. ഇനി അത് എറിഞ്ഞ് കൊല്ലലാണെങ്കിൽ അതൊരു ആലങ്കാരികമായി പറഞ്ഞത് തന്നെ ഞാൻ ആട്ടി ഓടിക്കുന്നു പറയുന്ന രൂപത്തിലാണ്. അല്ലാതെ കുഴിയിലിറക്കി എറിഞ്ഞു കൊല്ലുന്നല്ല അതിന്റെ അർത്ഥം. അവര് വരെ കുഴിയിലിറക്കി എറിഞ്ഞു കൊല്ലുന്നുള്ള ഉദ്ദേശത്തിലല്ല മുശ്രിക്കും കാഫിരീങ്ങളും വരെ ഖുർആനിൽ പറഞ്ഞ ആ ശിക്ഷാരീതി. നമ്മൾ പറയില്ല മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ആട്ടി ഓടിക്കുന്നു പറഞ്ഞ ആ എറിഞ്ഞു ഓടിക്കുന്നു പറഞ്ഞ ആ എറിഞ്ഞു ഓടിക്കുന്നു പറയുന്ന ആ ഒരു പ്രയോഗമാണത്. അവിടെ വരെ ഒരു കുഴിയിലിറക്കി കഴുത്തിനൊപ്പം കുഴിയിലിറക്കി 4 ഭാഗവും നിന്ന് ഉരുളൻ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷാരീതിയെ കുറിച്ച് അല്ല അവരുടെ പോലും പറഞ്ഞതെന്ന് ഞാൻ പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും അത് കാഫിറുകളുടെയും മുശ്രിക്കുകളുടെയും ശിക്ഷാരീതിയാണ്. അതാണ് ഞാൻ പറയുന്നത്. പ്രാകൃതമായ ജൂത ക്രൈസ്തവരിൽ നിലനിന്നിരുന്ന പ്രാകൃതമായ ശിക്ഷാരീതികൾ, വേഷവിധാനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇത് ലോകത്ത് നടപ്പിൽ വരുത്തണം എന്ന് പറയുന്ന ഈ ദീനാണ് ലോകത്ത് ആർക്കും വേണ്ട എന്ന് പറയുന്നത്. ഈ ദീനിനെയാണ് ലോകം പേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ പത്രത്തിലാണ് 3 രാജ്യത്തിന് ഇഷ്ടം പോലെ വിസ കൊടുക്കണ്ടെന്നാ പറയുന്നത്. ഒന്ന് അഫ്ഗാനിസ്ഥാനും, ഒന്ന് പാകിസ്ഥാനും, ഒന്ന് പിന്നെ ബംഗ്ലാദേശും, ഒന്ന് ഇറാഖും. 4 രാജ്യങ്ങൾ. ശ്രീലങ്കയും ഇറാഖും ബംഗ്ലാദേശല്ല. 4 രാജ്യം. മറ്റുള്ളവർക്ക് ഏത് രാജ്യം എപ്പോ വേണേലും വിസ കൊടുക്കാനുള്ള സംവിധാനം. എന്തുകൊണ്ടാണത്? ഇത് ലോകത്തിന് വേണ്ടെന്നാ പറയുന്നത്. നേരെമറിച്ച് ഖുർആൻ പറയുന്ന ധർമ്മത്തിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ട തങ്ങൾക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അനാഥരും മിസ്കീനുകൾക്കും അവരുടെ അവകാശങ്ങളും അവരുടെ താമ അവരുടെ ഫുഡ് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി നിലവിൽ വരുന്ന കാലഘട്ടമാണ്. അതാണ് ദീന്. അതിനെ തള്ളിക്കളയുന്നതാണ് ദീനിനെ തള്ളിക്കളയലും നിഷേധിക്കലും എന്ന് ഖുർആൻ പറയുന്ന അത് നിലവിൽ വരുന്ന ഒരു കാലഘട്ടം. മിസ്കീൻ പരിഗണിക്കപ്പെടുന്ന, മിസ്കീൻ പുറന്തള്ളപ്പെടാത്ത, യതീമ് പുറന്തള്ളപ്പെടാത്ത, അവന് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു നൽകപ്പെടുന്ന ഒരു കാലഘട്ടം ലോകത്ത് നടപ്പിൽ വരികയാണെങ്കിൽ ആ ദീൻ ലോകത്ത് നടപ്പിൽ വരുന്നതിന് ആര് തള്ളിക്കളയുന്ന ഞാൻ പറയുന്നത്? ആരാതിന് വേണ്ടാന്ന് പറയാം. കുറച്ച് സ്വാർത്ഥരായ ആളുകളല്ലാതെ, കുറച്ച് സ്വാർത്ഥരും അതിമോഹികളും ആർത്തി പണ്ടാരങ്ങളുമല്ലാതെ മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ലോകത്ത് വരുന്നത് ഒരു കാലഘട്ടത്തെ ആര് തള്ളിക്കളയും? അത് സത്യത്തിൽ ഈ സ്വാർത്ഥരും ആർത്തിമൂത്ത മനുഷ്യരും സത്യത്തിൽ അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാതെ സ്വന്തമാക്കി വെച്ച് അനുഭവിക്കുമ്പോൾ ശരിയായ അർത്ഥത്തിൽ ഇവരത് മനസ്സിലാക്കാനില്ല. ശരിയായ അർത്ഥത്തിൽ ഇതിന്റെ ഗുണം അവർ മനസ്സിലാക്കിയ അവർ എപ്പോഴോ അത് തിരിച്ചു കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു രാജ്യം മുഴുവൻ കലാപത്തിലും സംഘർഷത്തിലും പട്ടിണിയിലുമാവുമ്പോൾ എനിക്ക് മാത്രം സുഖം എന്ന് പറയുന്നത് കഴിയില്ല. എങ്ങനെ കിട്ടുക? ഒരു രാജ്യം മുഴുവൻ സംഘർഷത്തില്, പട്ടിണിയില്, ദാരിദ്ര്യത്തില്, മാറാ രോഗത്തിലും മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഒരാൾക്ക് മാത്രം സുഖമെന്ന്, ഒരാൾക്ക് മാത്രം സന്തോഷം തരണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ കിട്ടുന്ന പറയുന്നത്? എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും ഒരു അനുഗ്രഹം കിട്ടട്ടെ, അതേ പ്രായോഗികമാകുള്ളൂ, അതേ അനുഭവിക്കാൻ കഴിയുള്ളൂ, ആ സുഖമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് ഈ ആർത്തി മൂത്ത മനുഷ്യർക്ക് അറിയാനില്ല, സ്വാർത്ഥമതികളായ ആളുകൾക്ക് അത് മനസ്സിലാകാനില്ല. അപ്പൊ ഈ രാജ്യം കത്തിയെരിയുമ്പോൾ എനിക്ക് മാത്രം സുഖം കൊണ്ട പടച്ചവനെന്ന് പറഞ്ഞാൽ എവിടുന്ന് സുഖം കിട്ടണം? അങ്ങനെ ഒരു സുഖം സെഞ്ചിയിൽ തോളിൽ സെഞ്ചി തൂക്കി ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാ അത് നമുക്ക് മനസ്സിലാക്കാത്തത്. ആ അതാണ് നമുക്ക് 1000 ആളുകൾ ഒരു രാജ്യത്തുണ്ട്, 10 ആളുകൾ മാത്രം സുഖിച്ച് ജീവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ ആ കൂട്ടത്തിലും നമ്മളെങ്കിൽ ആ ഒരു സുഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
അതേപോലെ നമുക്ക് തോന്നുന്നു ഈ ആർത്തിമൂത്ത ആളുകൾക്ക് ഇതിന്റെ ഗുണവും ഇതിന്റെ മേന്മയും ഇതിൻ്റെതും മനസ്സിലാകാനിട്ടാ. അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നോ ഇത് പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. ഈ അനുഗ്രഹങ്ങൾ പങ്കുവെച്ചു കൊടുക്കും. അതിന്റെ മധ്യത്തിൽ സമ്പൂർണമായി ഒന്നിനെയും ഭയപ്പെടാതെ രാത്രി സുഖമായി കിടന്നുറങ്ങുന്ന ആ ഒരു ഉറക്കിനൊരു പ്രത്യേക സുഖമുണ്ട്. മറ്റത് 990 പേരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കലാപത്തിലും കഴിയാം. 10 ആളുകൾ സുഖിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്തെങ്കിലും മനസ്സിലാക്കിയത്? ഉറങ്ങാൻ കഴിയില്ല. അതാണ് ഇത്. സത്യവും നീതിയും ധർമ്മവും നിലവിൽ വരുന്ന അവകാശങ്ങൾ കൊണ്ട് പുറന്തള്ളപ്പെട്ട ഒരു ജനസമൂഹത്തിന് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഈ പൊതുവിതരണ സമ്പ്രദായത്തെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ആ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നാഥൻ, സമ്പൂർണമായ അധികാരി ആരാണോ അതാണ് അള്ളാഹു, അതാണ് റഹ്മാൻ റഹീം. അതിൽ ഒന്നാമത്തത് തന്നെ ഇവന്റെ ഒരു ചാണ് വയറല്ല. അതാണ് ഇവര് മനസ്സിലാക്കിയത്. ഒരു ചാണ് വയറാണ് ഇവന്റെ ഫുഡ് അല്ല. ഒരു മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ്. ഒന്നാമത്തത് ഒരു മനുഷ്യന്റെ ഫുഡ് എന്ന് പറയുന്നത് അറിവാണ്. അറിവ് ഒരു മനുഷ്യനെ എത്രമാത്രം ഉന്നതമാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ബിലോ ആവറേജുള്ള ഒരു മനുഷ്യന് ഒരു നേരത്തെ ചോറ് തരുമെന്നേ ചോദിക്കാൻ കഴിയുള്ളൂ. ഒന്നും കൂടി പോയാൽ ഒരു വസ്ത്രം തരുമെന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. ചോദിക്കുന്നതിൽ തന്നെ ഒരു ബുദ്ധിപരമായ വ്യത്യാസമുണ്ട്. ഒരു നല്ല പക്വതയും കുറച്ചൊക്കെ സ്റ്റാൻഡേർഡിൽ ഒരാളോട് ചെന്നിട്ട് ഒരു ജോലി തരുമെന്നേ ചോദിക്കുള്ളൂ. കാരണം അത് മാറ്റണ്ട്. ഒരു ജോലി കിട്ടിയാൽ അവനും അവന്റെ ഫുഡും കഴിയും, അവന്റെ ഭക്ഷണം കഴിയും, അവന്റെ പാർപ്പിടം കഴിയും, അവന്റെ കുടുംബവും കഴിയും. നമ്മളിപ്പോ അള്ളാനോട് അതാണ് ചോദ്യത്തിൽ വരെ വ്യത്യാസമുണ്ട്. ഒരു ചെറിയ മനസ്സിന്റെ ഉടമക്ക് ചോദിക്കാൻ ഒരു നേരത്തെ ചോറ് തരുമെന്നേ ചോദിക്കാൻ കഴിയുള്ളൂ. അവന്റെ ബുദ്ധി അത്രയ്ക്ക്, അവന്റെ ആവശ്യം അത്രയ്ക്കേ വളർന്നിട്ടുള്ളൂ. ഒന്നും കൂടി പുരോഗമിച്ച എനിക്കൊരു ഡ്രസ്സ് തരുമെന്ന് ചോദിക്കാം. അവന്റെ ആവശ്യം ലേശം കൂടിയും പുരോഗമിച്ചു. പക്ഷേ ഒരു സ്റ്റാൻഡേർഡുള്ള മനുഷ്യൻ ചെന്ന് ചോദിക്കാം എനിക്കൊരു ജോലി തരുമെന്നാണ്. കാരണം ഈ ജോലി കിട്ടിയാൽ ഒരുപാട് അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടു. ഞാൻ പറയുന്നത് ആവശ്യങ്ങൾക്ക് തന്നെ വ്യത്യാസങ്ങളുണ്ട്. എന്നത് മനസ്സിലാകണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ആവശ്യങ്ങൾക്ക് തന്നെ ഓരോ മനുഷ്യന്റെയും ബുദ്ധിയുടെ വികാസത്തിനനുസരിച്ച് വ്യത്യാസം വരുന്ന, അവന്റെ ആത്മാർത്ഥതക്കും അവന്റെ കഴിവിനനുസരിച്ചും വ്യത്യാസങ്ങൾ വരും. ആവശ്യങ്ങളിൽ വരെ വ്യത്യാസം വരും. ഒരു ശരാശരി നല്ല മനുഷ്യന് ഒരാളോട് ചോറ് ചോദിച്ചാൽ അല്ലെങ്കിൽ 100 റുപ്യ ചോദിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാകും. ഒരു ജോലി തരുമെന്നാണ്. അത് ഒരു വിശാലമായ, കുറച്ചൊക്കെ വിശാലമായി കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ ആവശ്യം അങ്ങനെയാണ്. അതിന് അപ്പുറത്തേക്ക് ആവശ്യങ്ങൾ വരും. അതാ ഞാൻ പറയുന്നത്, അറിവാണ് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഫുഡ് എന്ന് ഞാൻ പറയുന്നത്. അറിവ് ഒരു ജനതയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ജനതയ്ക്ക് മറ്റത് സ്വാഭാവികമായും വരും. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു 50 കൊല്ലം മുമ്പ് ഇത്രയൊന്നും ജനസംഖ്യ നമ്മുടെ രാജ്യത്തില്ല, കേരളത്തിലില്ല. അന്നത്തെ നമ്മളെ ഭക്ഷണം എന്താ? ചാളും തവരി. അന്നൊക്കെ ഒരു നേരത്തെ ചോറ് തിന്നുന്നവൻ ആ രാജ്യത്തെ മുതലാളിയാണ്, ആ ഗ്രാമത്തിലെ മുതലാളിയാണ്. ഒരു തുണി എടുക്കുന്നവൻ 2 തുണി ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ആചാര അല്ലെങ്കിൽ നമ്പൂരിയാണ്. പക്ഷേ മനുഷ്യന് അറിവ് വർദ്ധിച്ചു. 1 കിലോ അരി അന്ന് വൈകുന്നേരം വരെ കുത്തിയാൽ 1 കിലോ അരിയാ കിട്ടിയ പെണ്ണുങ്ങള് 4 ആൾ നിന്ന് ഇടിച്ച് ചേറിയാൽ. പക്ഷെ മനുഷ്യന്റെ വിജ്ഞാനവും അറിവും വർദ്ധിച്ചപ്പോൾ ഇന്ന് ഒരു സാധാരണക്കാരന് തന്നെ ഒരു 10 കൂട്ടം ഡ്രസ്സെങ്കിലില്ലാത്ത ഒരു സാധാരണക്കാരനുമില്ല. ഇന്നിപ്പോ നിങ്ങൾക്ക് 1000 ടൺ അരി വേണം നമ്മുടെ ഇവിടെ എത്തും. എന്നാൽ അന്നൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഒരു മീൻകാരനെ കാണാന്ന് പറഞ്ഞ അത്ഭുതമാണ്. ഒരു മീൻകാരന് മാസത്തിൽ ഒന്നാ വരിക, അതിന്റെ പിന്നാലെ കുട്ടികൾ ഓടലാണ്. ഇന്ന് വലിയ ഇത് എവിടുന്ന് വന്നു? ഇത് എവിടുന്ന്? മനുഷ്യന്റെ വിജ്ഞാനം വർദ്ധിക്കുമ്പോൾ അവന്റെ സുഖസൗകര്യങ്ങളും മറ്റതും സ്വാഭാവികമായും വന്നുകൊള്ളും. ഇപ്പൊ നേരത്തെ ഞങ്ങൾ സംസാരിച്ചു, ഇനിയും ലോകം എവിടുക്കാ പോണെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അപ്പോഴും ഈ ഒട്ടകമൂത്രത്തിന്റെ എത്ര വൈറ്റമിനുണ്ട്, എത്ര ഗുണമുണ്ട് അതിൽ നിന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കും. അത് വേറെ കാര്യം. അത് ഞാൻ കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞല്ലോ.
കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചതില്ല, തഹിയ്യാത്തിൽ വിരലെങ്ങനെ ഇളക്കണം, എങ്ങനെ ചൂണ്ടണം എന്നില്ലെങ്കിൽ ഉലമാക്കളെ ഇഖ്തിലാഫിലാണെന്നാണ്, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണെന്നാണ് മുസ്ലിം പുരോഹിതന്മാർ അവിടെ എത്തിയിട്ടുള്ളൂ. ഇഖ്തലഫൽ ഉലമാക്കൾ ഭിന്നതയിലാണ് തശഹുദില് ഈ വിരൽ ചൂണ്ടുന്നതിനെ കുറിച്ച്. പല അഭിപ്രായങ്ങളാണ്. ചൂണ്ടണമെന്നും ചൂണ്ടണ്ടാന്നും, ഇളക്കണമെന്നും ഇളക്കണ്ടാന്നും. അതിലൊരു തീരുമാനമാകുമ്പോഴത്തേന് രോഗം ശസ്ത്രക്രിയയിലൂടെ ഹാർട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും, എനിക്കും നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒക്കെ ഉണ്ട്, എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടാണ്. ഇത് മനുഷ്യൻ കണ്ടെത്തി നീതിപൂർവം വിതരണം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാ ഇതിന് പറയാനുള്ളൂ. ഇതാണ് ഇതിന്റെ പരിപാടി. ഒന്നും പുതുതായി ഉണ്ടാക്കുന്നില്ല, ഒന്നും ഇവിടെ പുതുതായി ആരും ഉണ്ടാക്കണില്ല. എന്താ അവിടെ പുതുതായിട്ടുള്ളത്? ഞാനും നിങ്ങളൊക്കെ ഓക്സിജനും ഹൈഡ്രജനും ഫോസ്ഫറസും ഒക്കെ ആയിട്ട് നമ്മൾ മാറും കുറച്ചു കാലം കഴിഞ്ഞാൽ. ഇത് വേറൊന്നായി മാറുക ചെയ്യണത്. എവിടെ പുതിയ ഒന്ന് ഇവിടെ എവിടെ ഉണ്ടാക്കണത്? ഗ്രാവിറ്റി, ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇവിടെ ഉണ്ട്. പക്ഷെ അത് കണ്ടെത്തിയത് ന്യൂട്ടനാണെന്ന് മാത്രം. ഞാൻ സൂചി കണ്ടെത്തിയിട്ടില്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് ഒരു നോട്ടീസ് വന്നിട്ടാണ്. ഞാൻ സൂചി കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. ആ സൂചിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്താണ്, അതിലെ അയിരുകൾ എന്തൊക്കെയാണ്, അസംസ്കൃത വസ്തു എന്തൊക്കെയാണ്, അതെങ്ങനെ സംസ്കരിക്കാമെന്ന്, അതിന്റെ ഉപകരണം, അത് സംസ്കരിക്കാനുള്ള യന്ത്രങ്ങൾ, ഫാക്ടറികൾ ലോകത്തെ മുസ്ലിങ്ങൾ അല്ലപ്പോ കണ്ടുപിടിച്ചത്. അത് വെറുതെ പറഞ്ഞല്ല. എന്നിട്ട് അതിനെതിരിൽ ഇയാൾക്ക് എന്താ അറിയാം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കണ്ടു. അല്ല, ആരാണ് അത്? ഇയാൾക്ക് എന്താ അറിയാന്നല്ല, ഇത് ഞാൻ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞ ആൾക്കൊന്നും അറിയില്ല എന്നാ അതിന്റെ അർത്ഥം. ആരാണ് ഈ സ്റ്റീൽ കണ്ടുപിടിച്ചത്? സ്റ്റീൽ എന്ന് പറയുന്ന ലോഹം ആരാ കണ്ടുപിടിച്ചത്? അതിന്റെ അസംസ്കൃത വസ്തു ആരാ കണ്ടുപിടിച്ചത്? അത് സംസ്കരിക്കാനുള്ള യന്ത്രം ആരാ കണ്ടുപിടിച്ചത്? അത് സംസ്കരിച്ച് അതൊരു സൂചിയാക്കി ഉൽപ്പാദിപ്പിച്ച് ലോകത്തിൽ വിതരണം ചെയ്തത് ആരാ? അന്നല്ലാതെ തോന്നുന്നു വെറുതെ അടിച്ചറക്കുന്നത്. എന്തെങ്കിലും ആൾക്കാർക്ക് വേണ്ട. ഈ പാട്ട് കുറച്ച് വിൽക്കുന്ന ആൾക്കാരും പിന്നെ ജ്ഞാനികളെയും ഒരുപോലെ കാണാൻ പറ്റും. എന്നിട്ട് നോട്ടീസ്, അത് സൂചി കണ്ടുപിടിച്ചിട്ടില്ല മുസ്ലിങ്ങൾ എന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ഇയാൾക്ക് എന്തറിയാം? ഇയാൾ അറിഞ്ഞിട്ട് തന്നെ പറയുന്നത് അതാരാ കണ്ടുപിടിച്ചതെന്ന് ഈ പറഞ്ഞ ആൾക്കാർ എപ്പോ ഞാൻ പറയുന്നില്ല. ഇയാൾ പറയും ആരാ കണ്ടുപിടിച്ചത്? സൂചിയുടെ മെറ്റീരിയൽ ആരാ കണ്ടുപിടിച്ചത്? അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാരാ? അത് സംസ്കരിച്ചതാരാ? അതിന്റെ ഫാക്ടറി കണ്ടുപിടിച്ചതാരാ? ആ സൂചി പിന്നെ അടിച്ച് യന്ത്രത്തിൽ വിട്ടതാരാ? ഒരു കൗമല്ല. കൗമ ഉറങ്ങാണ്, കൗമുപ്പളും ഉറങ്ങാണ്. കൗമുപ്പളും പുലി എങ്ങനെ, പുലിയുടെ ഷർത്തും പറഞ്ഞു എങ്ങനെ? അതാണ് ലോകത്തിന്, ഞാൻ പറഞ്ഞതാണ്, ലോകത്തിന് നന്മ ചെയ്താൽ ആ നന്മയുടെ ഫലം അവർ ചെയ്താൽ കിട്ടും. അത് ഞാൻ പറഞ്ഞു നേരത്തെ. നിങ്ങൾക്കൊരു സിമ്പിളുള്ള, അതിന് നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതാൻ അതുണ്ട്. ഒരു പുസ്തകം, ഞാൻ ചെറിയ പോയിന്റുകൾ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഒരു പുസ്തകം എഴുതാനുണ്ട്. ആര് ഉപയോഗിക്കുന്നുവോ അവർക്കതിന്റെ ഗുണഫലം കിട്ടും. അത് ഇത് പഠിച്ച് മനസ്സിലാക്കി, ഇതിപ്പോ പഠിച്ച് മനസ്സിലാക്കി ഇതൊക്കെ വായിച്ച് ഇങ്ങനെ തീയിനെ തൊട്ടാല് തീമ തൊട്ടാ പൊള്ളും, അതുകൊണ്ട് തീയിൽ തൊടരുതെന്ന് കിതാബ് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ ഓക്കെ, കുറച്ചും കൂടി നല്ലതാണല്ലോ. അതിനൊരു ആധികാരികത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പോയി തീമ തൊട്ടാലും പൊള്ളുവേ. ഇതൊന്നും അറിയാത്ത ഒരു കുട്ടി പോയി തീമ തൊട്ടാലും പൊള്ളും. അതാണ് കൊമയ്യാമൽ എന്ന് പറഞ്ഞാൽ ആര് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആര് അമൽ നല്ലത് ചെയ്തോ അതവന് കാണുക തന്നെ ചെയ്യും, അതിന്റെ ഗുണഫലം. അതാണ് ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന അനുഗ്രഹങ്ങളൊക്കെ, ഇവരെ ഈ മൈക്ക കെട്ടി മത്സരിക്കുന്നത്, ഈ ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, ഈ ഉംറ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, അതിന്റെ പേരിൽ ഈ ചൂഷണം ചെയ്യുന്നതൊക്കെ ലോകം വെളിച്ചത്തിന് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി അധ്വാനിച്ചതുകൊണ്ടാണ്. ഒരു വെളിച്ചത്തിന്റെ സ്രോതസ്സിൽ നിന്ന് വെളിച്ചമല്ലാതെ വരൂല, ദൈവത്തിൽ നിന്ന് നന്മയല്ലാതെ വരൂല. അതാണ് ദൈവം, നന്മയാണ് ദൈവം, അതാണ് അള്ളാഹു. അതാണ് അള്ളാഹുവിന്റെ ഗുണങ്ങൾക്ക് എനിക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. തിന്മ ദൈവത്തിൽ നിന്നല്ല, അതുപോലെ അഹിൽസുന്നത്തിന്റെ തിന്മ ദൈവത്തിൽ നിന്നാണ്. തിന്മ ദൈവത്തിൽ നിന്നല്ല, നന്മയാണ് ദൈവത്തിൽ നിന്ന്. ഒരു നന്മയുടെ സ്രോതസ്സിൽ നിന്ന് നന്മയേ വരൂ.
ഒരു വെളിച്ചത്തിന്റെ സ്രോതസ്സിൽ നിന്ന് വെളിച്ചമേ വരൂ, ഇരുട്ടതിൽ നിന്ന് വരൂല. ഇരുട്ടിനെ നീക്കാനുള്ളതാണ് വെളിച്ചം. അതാണ് ഖുർആൻ. അതാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ഈ ദീനിനെ നിലനിൽക്കുന്ന, ഈ ദീൻ നിലവിൽ വരുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ. അപ്പൊ ഈ വിഷയത്തിൽ യതീം എന്ന് പറയുന്നത് വിജ്ഞാനം കൊടുക്കലാണ് ഒന്നാമത്തെ ഫുഡ് എന്നാണ്. ഒന്നാമത്തെ ഫുഡ് അറിവ് കൊടുക്കലാണ്. അറിവ് ഒരു സമൂഹത്തിന് കൊടുത്താലേ അവന് താൻ അനുഭവിക്കുന്ന അടിമത്തങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അവന് മോചനത്തെക്കുറിച്ച് ആവശ്യം വരും. അവന്റെ ജീവിതത്തിനെ കുറിച്ച് അവന് ബോധം വരും. അതാണ് അറിവ്. മറ്റുള്ളവരിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം മാത്രം മതി. വൈജ്ഞാനിക രംഗത്തുള്ള അടിമത്തമാണ് ഒന്നാമത്തെ അടിമത്തം. അതാണ് അനാഥത്വം. അനാഥത്വം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, ഷാഫി ഇമാം വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല. യതീം എന്ന് പറഞ്ഞാല് അനാഥത്വം എന്ന് പറയുന്നത് പാപ്പിമ്മി മരിച്ചതല്ല അനാഥത്വം എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. ബല ഇമാമിനെ തെളിവ് കൊടുത്ത പിന്നെ ആയിരിക്കും വലിയതല്ലല്ലോ. ഈ 6ാം ക്ലാസ്സിലെ അറബി ബുക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേതെങ്കിലും അയലോകത്തോട്ടോ എവിടെയെങ്കിലും ഉണ്ട്, ആ പുസ്തകം ഒന്ന് എടുത്തു അതിലൊരു പദ്യം എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ലൈസൽ യതീമിന്റെ മാത്രമായിരുന്നു വലാകിന്നൽ യതീമുൽ അദബി വൽ ഇൽമിന. അദബും ഇൽമും ഇല്ലാത്തവനാണ് യതീം എന്ന് പറഞ്ഞത്. അവനാണ് അനാഥത്വം. സംസ്കാരവും വിജ്ഞാനവും നേടാത്തവനാണ് അനാഥൻ. അനാഥത്വം അതാണ്. അതിന്റെ അനാഥത്വം എത്രമാത്രം വലുതാണെന്ന് ഈ സമൂഹത്തിന് അറിയില്ലേ. അഭിമില്ലാത്തതും അനാഥത്വം തന്നെയാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഏറ്റവും വലിയ അനാഥത്വം എന്ന് പറയുന്നത് അദബി വൽ ഇൽമി എന്നാണ്. അറിവും ജ്ഞാനവും സംസ്കാരവും നേടാത്ത ഒരു ജനതയാണ് അനാഥത്വം. അത് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അറിവില്ലാത്ത ഫിസിക്കൽ ശാരീരികമായി ആദിവാസികൾക്കും ആഫ്രിക്കയിലെ നീഗ്രോകൾക്കും എന്താ ശക്തി കുറവ്? യൂറോപ്പിലേക്കാളും അമേരിക്കക്കാരെക്കാളും ശക്തി ശാരീരികമായിട്ട് എന്താ അവരുടെ ശക്തി? ഓടിയാലെത്തൂല. ഓട്ടത്തിലൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ്. പക്ഷേ അവർക്ക് ജ്ഞാനമില്ല, അറിവില്ല. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ നെറുകയിലേക്ക് വരാത്തത്. അറിവില്ലാത്ത, ഐഡിയോളജി ഇല്ലാത്ത, പ്രത്യയശാസ്ത്രമില്ലാത്ത ഒരു ജനത ശാരീരികമായി ശക്തരായതുകൊണ്ട് കാര്യമില്ല. അവരെന്താ അതുകൊണ്ട് കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനാഥത്വം എന്ന് പറയുന്നത് വിജ്ഞാനത്തിലെ, പ്രത്യയശാസ്ത്ര രംഗത്തുള്ള, ആശയ രംഗത്തുള്ള, അറിവിന്റെ രംഗത്തുള്ള അനാഥത്വമാണ്. അതാണ് മനുഷ്യന് ഒന്നാമത് കൊടുക്കേണ്ട താമ്. മറ്റത് വേണ്ടെന്നല്ലോ. മറ്റതും അത്യാവശ്യമാണ്. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണവും അത്യാവശ്യമാണ്. പക്ഷെ വിജ്ഞാനം ലോകം ആർജിക്കുമ്പോൾ അത് സ്വാഭാവികമായും പരിഹരിക്കപ്പെട്ടുകൊള്ളും. നന്മയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് മനുഷ്യൻ ബോധമുണ്ടാവുമ്പോൾ ഇത് പരിഹരിക്കപ്പെടും. സത്യത്തെക്കുറിച്ച്, നന്മ എന്താണെന്നതിനെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് ബോധമുണ്ടാവുമ്പോൾ സ്വാഭാവികമായും മറ്റത് നീതിക്കപ്പെടും. ഈ അവകാശങ്ങൾ അവന് തിരിച്ചു കിട്ടപ്പെടും. അതാണ് ഏറ്റവും വലിയ അനാഥത്വം എന്ന് ഞാൻ പറയാനുള്ള കാരണം. അതാണ് താം എന്ന് പറഞ്ഞാൽ. അതാണ് താമ് മിസ്കിൻ. അതാണ് അവന്റെ മാനിഫെസ്റ്റോ. അതാണ് അവന്റെ ഫുഡ്. അതാണ് അവന്റെ മാനിഫെസ്റ്റോ. അത് അവന് കൊടുക്കലാണ് ഏറ്റവും വലിയത്. ഇതന്നെയാണ് സൂറത്തുൽ മുസമ്മിലും അല്ലാഹു പറഞ്ഞത്, മാ ഖലഖക്കും ഫീ സഖർ. എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത്? ഉന്നത ജീവിത നിലവാരങ്ങളിൽ വസിക്കുന്ന ആളുകൾ, മുജ്രിമീങ്ങളായ ആളുകളോട് ചോദിക്കും, മാ ഖലഖക്കും ഫീ സഖർ, എന്തുകൊണ്ട് നിങ്ങൾ ഈ നരകയാതന അനുഭവിക്കുന്നു? ഈ നരകീയമായ അവസ്ഥയിൽ നിങ്ങൾ എന്തുകൊണ്ട് വന്നുപെട്ടു? എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നുപെട്ടത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദൈവികമായ വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കിയില്ല. വലം നകു നുതഉൽ മിസ്കീൻ, അഗതികൾക്ക് അവന്റെ ഫുഡ്, ആഹാരം കൊടുത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ജനത മുഴുവൻ ആഹാരം കിട്ടാതെ, ആഹാരം എന്ന് പറയുന്ന ആമാശയത്തിലേക്കുള്ള ആഹാരം മാത്രമല്ല, വിജ്ഞാനം ഒരു ജനത ആർജിച്ചപ്പോൾ അതിന്റെ ഗുണഫലം എത്രമാത്രമാണെന്നുള്ളത് അത് ആർജിച്ച രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും നിങ്ങൾ പോയി നോക്കി അതിന്റെ ഗുണഫലം എത്രയാണ്. ദീനിന് അവിടെ പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ
മെഡിക്കൽ സയൻസ് നേടിക്കോളൂ, പക്ഷെ അവിടെ ചൂഷണം ചെയ്യും. അവിടെയാണ് ഖുർആൻ ഇടപെടുന്നത്. അവിടെയാണ് എത്ര നിങ്ങൾ ജ്ഞാനം നേടിക്കോളൂ, പക്ഷെ അവിടെ അനീതി പാടില്ല. അവിടെ ധർമ്മം വേണം, അവിടെ കരുണ വേണം, അവിടെ സ്നേഹം വേണം, അവിടെ അക്രമം പാടില്ല, സ്വാർത്ഥത പാടില്ല. ഇതാ ദീനിന് അവിടെ പറയാനുള്ളത്. ഇങ്ങനെ അറിവ് നേടിയ ഒരു ജനതയെ നിങ്ങളും പ്രദേശങ്ങളും ജനതയെയും കുറിച്ച് നിങ്ങൾ പഠിക്കും. അറിവില്ലാത്ത എത്യോപ്യയിലെ ജനതയെക്കുറിച്ചും പഠിക്കും. അറിവില്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ജനതയെക്കുറിച്ചും പഠിക്കും. നരകീയമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് നരകീയമായ അവസ്ഥയിൽ നിങ്ങൾ വന്നുപെട്ടു? ഞങ്ങൾ അഗതികൾക്ക്, സാധുക്കൾക്ക് അവരുടെ ഫുഡ് ആഹാരം ഞങ്ങൾ കൊടുത്തില്ല. ആ ആഹാരം ദൈവം ഇവിടെ സംവിധാനിച്ച, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ആ ആഹാരത്തെ തടയപ്പെട്ട ആ ജനതയ്ക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ടാണ് ഒരു ജനതയ്ക്ക് ഒന്നാമത് കിട്ടേണ്ട ആഹാരം വിജ്ഞാനമാണ്, പിന്നെ കിട്ടേണ്ടത് അവരുടെ അവകാശങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി അവസാനം കിട്ടേണ്ടത് അവരുടെ ആമാശയത്തിലേക്കുള്ള ഭക്ഷണമാണ്. ഇതൊന്നും വീതിക്കപ്പെട്ടില്ല. ഈ അവകാശങ്ങളൊന്നും ഞങ്ങൾ അവർക്ക് കൊടുത്തില്ല. നന്മയെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നു. ഞാൻ അപൂർവമായ കാര്യത്തിൽ നന്മയെ ഞങ്ങൾ പരിഹസിച്ചുകൊണ്ടേ. എന്ത് നന്മ, എന്ത് നീതി! നമ്മുടെ പുരോഹിതന്മാരതാ പറയുന്നത്. നന്മയൊന്നും അങ്ങനെ ഇപ്പൊ പറ്റൂല എന്നാ പറയുന്നത്. അങ്ങനെയൊന്നും ഇപ്പൊ നീതിയിൽ അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ നന്മയെ പരിഹസിച്ചു. യൗമിദ്ദീൻ, ഞങ്ങൾ ദൈവത്തിന്റെ ദീൻ നടപ്പിൽ വരുന്ന ഒരു കാലഘട്ടത്തെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അതാണ് ദീൻ. ഇതാ നോക്കൂ നിങ്ങൾ, ഇതാ ദീന്. അല്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ജീവിത വ്യവസ്ഥയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്നല്ല. ഞങ്ങൾ ദൈവത്തിന്റെ സാമൂഹികമായ വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നു. നന്മയെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അഗതികൾക്ക് അവരുടെ അവകാശങ്ങൾ, അവരുടെ ഫുഡ് അവർക്ക് കൊടുത്തില്ല, അവർക്ക് അവരുടെ ഭക്ഷണം കൊടുത്തില്ല. യോഗത്തിൽ ഞങ്ങൾ ദീനിനെ തള്ളിക്കളഞ്ഞു. ദീൻ നിലവിൽ വരുന്ന ഒരു ദീനത്തെ അവിടെയും ഒരു പരലോകന കൊടുത്തത്, ഇവിടെയും ഒരു പരലോകന. പരലോകത്തെ ഞങ്ങൾ നിഷേധിച്ചു. എവിടുന്ന ഈ ദീനിന് പരലോകം അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയാം. ഈ അബുൽ കലാം ആസാദിന്റെ ഫാത്തിഹയുടെ ഞാൻ കഴിഞ്ഞ വന്നപ്പോ പറഞ്ഞു, ആ ഫാത്തിഹയുടെ പുസ്തകമുണ്ട് ഡോക്ടർ ഉമർ വിജയൊക്കെ എഴുതിയപ്പോ മുൻ വൈസ് ചാൻസലർ അദ്ദേഹം വരെ പറഞ്ഞതിന്റെ ദീനിന് അങ്ങനെ അർത്ഥമല്ല. അപ്പൊ മുൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം എഴുതിയ ഫാത്തിഹയുടെ ഒരു വ്യാഖ്യാനം മറ്റു പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ വായിച്ചാൽ അറിയാം അദ്ദേഹം ഖുർആനിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഫാത്തിഹയുടെ വ്യാഖ്യാനം കിട്ടുമെങ്കിൽ വായിച്ചു. അതിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ പിന്നെ പരലോകം എന്നല്ല അർത്ഥം. നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും മനുഷ്യന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഒരു നാളാണ്, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതാണ് ദീൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സൂറത്ത് യൂസഫിൽ ഞാൻ നേരത്തെ ഓടിയ ഈ ദീനിൽ മലിക്കിന്റെ ദീൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് ആ രാജാവിന്റെ നിയമവ്യവസ്ഥയാണ്, അയാളുടെ നിയമങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് എന്ന് അദ്ദേഹം തെളിവും ഉദ്ധരിക്കണം. അപ്പൊ ഇതാണ്, ഇത് നമ്മളൊന്നുമല്ല ആദ്യം പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയ പല പണ്ഡിതന്മാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഖുർആനിൽ പച്ചയായ വാക്കുകളെ വരെ നമ്മുടെ പുരോഹിതന്മാർ ഒരു ആചാര നമസ്കാരവും ഒരു പരലോക വിശ്വാസവും, ഇത് പറയുമ്പോൾ അപ്പൊ പരലോക വിശ്വാസമല്ല എന്നല്ല, പരലോക വിശ്വാസവും സ്ഥാപിക്കാൻ വേണ്ടി വികലമാക്കി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലെ ഒരു വാക്കാണ് അദ്ദീൻ എന്നുള്ള വാക്ക്. അദ്ദീൻ എന്ന് പറഞ്ഞാൽ അതല്ല, പരലോകം എന്നല്ല അർത്ഥം. ഐഡിയോളജി, പ്രത്യയശാസ്ത്രം, അത് ആശയം. ആ ദീനിനെ തള്ളിക്കളയല്ലാതെ ചെറിയൊരു അധ്യായത്തിൽ കിട്ടും സൂറത്തുൽ മാഊൻ. അതാണ് ദീൻ. ആ ദീനിനെ തള്ളിക്കളയലാണ്. അത് നിലവിൽ വരുന്നതാണ് അല്ലാഹുവിന്റെ ജീവിത വ്യവസ്ഥയിൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രവാചകന്മാർ ഈസാ നബിയുടെ ആഗമന സമയത്ത് ഇസ്രായേലിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും നിർവഹിച്ചിരുന്നു. ഒരനുഷ്ഠാനത്തിലും അവർക്ക് കുറവുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മൂസാ നബി വരുമ്പോഴും ആ ജനത അനുഷ്ഠാനങ്ങളിലോ വേഷവിധാനങ്ങളിലോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ മുജ്രിമീങ്ങളായ സൂറത്ത് മുസമ്മിൽ ഞാൻ പറഞ്ഞ ആയത്തില് മുദ്ദത്തിറിൽ മാ സലക്കക്കും ഫീ സഖർ,
എന്ന് പറഞ്ഞ ആയത്തിലും അതന്നെയാണ്. മുജ്രിമീങ്ങളായ ആളുകൾ, ലോകത്ത് വന്ന മുജ്രിമീങ്ങളായ ആളുകളൊക്കെ നരകയാതന അനുഭവിച്ചിരിക്കുന്ന നരകീയമായ അവസ്ഥയാണത്. സക്കർന്ന് പറഞ്ഞാൽ അതാണ് നരകീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എന്തുകൊണ്ട് വന്നുപെട്ടു എന്നാ. ഇപ്പൊ ലോകത്ത് വിജ്ഞാനം കിട്ടാത്ത, അറിവ് കിട്ടാത്ത, നീതിയും സത്യവും ധർമ്മവും നടപ്പിലാക്കുക. വെറും വിജ്ഞാനം കൊണ്ട് കാര്യമില്ല. സ്വാർത്ഥമതികളായ വിജ്ഞാനികളെ കൊണ്ടും കാര്യമൊന്നുമില്ല. അക്രമികളായ വിജ്ഞാനികളെ കൊണ്ടും കാര്യമില്ല. അത് ജനങ്ങൾക്ക് നരകീയമായ അവസ്ഥ സൃഷ്ടിക്കും, സമ്മാനിക്കും. അറിവ് കിട്ടുമ്പോൾ അതാണ് ആ അറിവിനെ ഗുണകരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിന് ചെയ്യാനുള്ളത്. വെറും അറിവ് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ബോംബുണ്ടാക്കാൻ പഠിച്ചാൽ അല്ലെങ്കിൽ അതൊരു അറിവാണ്. ഒരു വൈദ്യശാസ്ത്രം ഒരു അറിവാണ്. പക്ഷെ ആ അറിവ് ഒരു രോഗിയെ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചാലോ അത് തന്നെ അവന് ഉപദ്രവകരമായി മാറും. അപ്പോൾ അറിവിനെ ശരിയായ ദിശയിലേക്ക്, ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു പ്രേരണയാണ്, ഒരു മാർഗനിർദ്ദേശമാണ് ഖുർആൻ നൽകുന്നത്. ഖുർആൻ അതാണ് ഒരു ഗൈഡൻസ് ആണ്, ഒരു മാർഗനിർദ്ദേശം ഖുർആൻ നൽകുന്നത് എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെയൊക്കെ ആഗമന കാലഘട്ടത്തിൽ അവിടെ ആരാധനകൾ കൊണ്ടോ അനുഷ്ഠാനങ്ങളുടെ കുറവുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂസാ നബി വരുമ്പോൾ, ഈസാ നബി വരുമ്പോൾ അവിടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു കുറവും ആ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിഷേധിക്കപ്പെട്ടിരുന്നത് നീതിയായിരുന്നു. അവിടെ നടപ്പില്ലാത്തത് ആ ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടലായിരുന്നു. അതാണ് അവിടെ അഗതികൾ ആട്ടിയോടിക്കപ്പെട്ടു, അനാഥകൾ തിരസ്കരിക്കപ്പെട്ടു, എല്ലാവിധ മനുഷ്യ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടു. ഇതൊക്കെ നിലവിൽ വരുന്ന ഒരു നാളിന്റെ സമ്പൂർണമായ അധികാരിയെ കുറിച്ചാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അള്ളാഹു പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്റെ നിയമവ്യവസ്ഥയിലൂടെയാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. നിന്റെ നിയമവ്യവസ്ഥയ്ക്കാണ് ഞങ്ങൾ വഴിപ്പെടുന്നതും ഞങ്ങൾ പാലിക്കുന്നതും അതിനെ മാത്രമാണ്, വേറെ ഒന്നിനെയും ഞങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ അത് ലേശം ഞാൻ വിശദീകരിച്ചു. എന്നാൽ ഈ സൂറത്തുൽ ഫാത്തിഹ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവണം. സൂറത്തുൽ ഫാത്തിഹ തന്നെ മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലൊരു ധാരണമാണ്. അല്ലെങ്കിൽ ഇപ്പൊ സഹായം ചോദിക്കുന്നില്ലേ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നും. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അവനിലൂടെ നിന്നോട് മാത്രം എന്ന് ആ വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ഞാൻ സഹായം ചോദിക്കുന്നുള്ളൂ എന്നാണ്. അതാണ് അള്ളാഹു എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ഞാൻ സഹായം ചോദിക്കുള്ളൂ. അല്ലാതെ സഹായം ചോദിച്ചാൽ കിട്ടൂല. അല്ലാതെ എങ്ങനെ കിട്ടുന്ന നിങ്ങൾ പറയുന്നത്? എങ്ങനെ ഒരു തേങ്ങ കുഴിച്ചിട്ടാൽ തന്നെ അതിന് തെങ്ങുണ്ടാവുള്ളൂ. അല്ലാതെ കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. നെല്ല് വിതച്ചാൽ തന്നെ അതിന് നെല്ല് കിട്ടുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യവസ്ഥിതി, ഒരു ദൈവികമായ ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ. അതിലൂടെ ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് കൂടുതലിന് വളരെ വിശാലമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണത്. അതുകൊണ്ട് ആകത്തോടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ വ്യവസ്ഥിതിയോട് മാത്രമേ, ആ വ്യവസ്ഥിതിയെ മാത്രമേ ഞങ്ങൾ പരിപാലിക്കുള്ളൂ. അതാണ് വിവാദത്ത്. അതിന് മാത്രമേ ഞങ്ങൾ വിധേയപ്പെടുകയുള്ളൂ. അല്ലാത്തതിന് വിധേയപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഈ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും. വേറെ ആരും അതിനെ അനുഭവിക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. ഒരു സെഞ്ചിയില് അള്ളാഹു കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് ആരൊക്കെയാണ് പാവാക്കപ്പോർത്ത് ചോദിച്ചിട്ടുണ്ടെന്ന പാവാക്ക ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ച് ഓരിയച്ചു കൊടുക്കണ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് ഇതെന്താ കിട്ടാത്തത്, കിട്ടൂല. ഈ വ്യവസ്ഥിതിയിലൂടെ, നീ നിശ്ചയിച്ച വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ. അതല്ലാത്ത ഒരു വ്യവസ്ഥിതിയിലൂടെ നിങ്ങൾ ചോദിച്ചാൽ കിട്ടിയല്ല. വേറെ ഏതിലൂടെ കിട്ടാം? വേറെ കിട്ടിയെന്നൊക്കെ വെറുതെ പറയാൻ. ആകാശത്തുനിന്ന് ഭക്ഷണം ഇറങ്ങി, മഞ്ഞും സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരുന്നൊന്നും പറയാനല്ലാതെ ഒരു രാജ്യത്തും ഒരു ഭക്ഷണവും ഇറങ്ങിയിട്ടില്ല. എന്നാ ഇറക്കണ പടത്തോനിപ്പോടെ
ആ ഭർത്താവ് മരിച്ചുപോയോ? ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ ഭക്ഷണം എടുക്കുള്ളൂ, ഇറക്കൂല. പ്രകൃതിദത്തമായ ദൈവികമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെ മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ. ആ വ്യവസ്ഥയ്ക്ക് മാത്രമേ ഞങ്ങൾ വഴിപ്പെടൂ. അതിന് മാത്രമേ ഞങ്ങൾ വിധേയപ്പെടൂ. അതിനെ മാത്രമേ ഞങ്ങൾ പരിപാലിക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അത് സവിസ്തരം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഇനി പിന്നൊരിക്കൽ പറഞ്ഞത്. അത് നിന്നോടെന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു എന്ന് പറയുന്നത്, അതാ ഞാൻ പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഒരു ജീവിയല്ല, ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ആള്, ഒരു പ്രത്യേക സഭേരയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന ആളല്ല. അവന്റെ ഇവരെന്നെ പറയേണ്ടത് അള്ളാഹുവിനെ തൊട്ട് നോക്കാൻ പറ്റൂല, കണ്ടു കാണാൻ പറ്റൂല എന്ന് നമ്മൾ പുരോഹിതന്മാരെന്നെ പറയണ്ടേ. അള്ളാഹിനെ കാണാൻ പറ്റൂല, അള്ളാഹിനെ തൊട്ട് നോക്കാൻ പറ്റൂല, അള്ളാഹിനെ നക്കി നോക്കാൻ പറ്റൂല, രുചിച്ചു നോക്കാൻ പറ്റൂല. ഇതൊക്കെ ഇവരെന്നെ പറയണ്ടേ. അള്ളാഹിനെ തൊട്ട് നോക്കാൻ പറ്റൂല, അള്ളാഹിനെ കാണൂല, അള്ളാഹിനെ രുചിച്ചു നോക്കാൻ പറ്റുമോ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അള്ളാഹിനെ എങ്ങനെയെങ്കിലും തൊട്ട് മനസ്സിലാക്കാൻ ഒന്നും പറ്റൂല എന്നവർ പറയും. പിന്നെന്താണ്? അതാ പറയുന്നത്, അവന്റെ നിയമങ്ങളിലൂടെയാണ് അവനെ മനസ്സിലാക്കുക. അവന്റെ നിയമങ്ങളാണ്, നിയമവ്യവസ്ഥയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഒരു സൂചന പറഞ്ഞു, അതിന് മനസ്സിലാവുന്നതിന് നമ്മുടെ രക്തധമനികളെക്കാൾ അടുത്താണ് അള്ളാഹു എന്ന നമ്മുടെ രക്തധമനിയുടെ ചലനങ്ങൾ, അതിന്റെ സംക്രമണങ്ങൾ, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് എണീറ്റ് നിൽക്കൽ വരെ ആ ദൈവികമായ വ്യവസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ്. ആ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് അതിലൂടെ മാത്രമേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കിട്ടിയല്ല. നിങ്ങൾ നോക്കിക്കോളൂ, ആ വ്യവസ്ഥയിലൂടെ മാത്രം സഹായം ചോദിച്ചാൽ തന്നെ കിട്ടുള്ളൂ. വേറെ ഒരു രൂപത്തിൽ ചോദിച്ചാലും നമുക്ക് രാത്രി കൊണ്ടുവന്നു തരുന്ന ഒരു പടച്ചവന് കാണേ. അതാ പറഞ്ഞത്, തീമ തൊടാതിരിക്കുക. വണ്ടി വാഹനം ഇങ്ങനെ പോകുമ്പോ നമ്മൾ പറയാം, ആ വാഹനത്തിന് മുന്നിലേക്ക് ചാടരുതെന്ന് 10 നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ചാടിയാൽ എന്താണ്? ചമ്മന്തിയാവുമെന്ന്. അവന് വാഹനം പോകുമ്പോൾ ചമ്മന്തിയാണാവും. പക്ഷെ മനുഷ്യന് വേറെ കയറാറൊന്നുമില്ല. എന്നപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കലാണ് ദൈവത്തിനുള്ള അനുസരണം. ആ മാർഗനിർദ്ദേശങ്ങൾ നിയമവ്യവസ്ഥയിൽ ലംഘിക്കലാണ് ദൈവത്തിനുള്ള ലംഘനം എന്ന് പറയുന്നത്. എന്താ ഇത് മാത്രം? ഈ സഹായം ചോദിക്കലും മാത്രമാവുമ്പോ എന്തെങ്കിലും നേരിട്ട് പറയുന്നത് ഒരു ഇരിക്കുന്ന ആളോട്? അള്ളാഹ്ക്ക് സഹായിക്കാന്ന് പറയുമ്പോ എന്താ നേരിട്ട് കൊടുക്കാത്തത്? അള്ളാഹിനോട് യുദ്ധം ചെയ്യാന്ന് പറയുമ്പോ എന്താ നേരിട്ട് യുദ്ധം ചെയ്യാത്തത്? അള്ളാഹുവിനോട് ശത്രുത വെക്കാന്ന് പറയുമ്പോ എന്താ നേരിട്ട് ചെയ്യാത്തത്? അള്ളാഹുവിനോട് ഹർബ് യുദ്ധം നടക്കരുതെന്ന് ഖുർആനിലുണ്ട്. അതെന്താ നിങ്ങൾ നേരിട്ട് ചെയ്യാത്തത്? അതൊന്നുമില്ല. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതാന്ന് പറഞ്ഞാൽ അവന്റെ നിയമവ്യവസ്ഥയോടുള്ള യുദ്ധമാണ്. അത് ശരിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സമ്മതിക്കും. അള്ളാഹുവിനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അവന്റെ നിയമവ്യവസ്ഥയെ സഹായിക്കലാണ്. അത് സമ്മതിക്കും. അള്ളാഹുവിനോട് ശത്രുത വെക്കാന്ന് പറഞ്ഞാൽ അവന്റെ നിയമവ്യവസ്ഥ ഇവിടെ തകർന്നു കാണാനുള്ള പ്രവർത്തനമാണ് അതിന്റെ ശത്രുത. അത് നിങ്ങൾ സമ്മതിക്കും. അവിടെ പറയും. പക്ഷെ സഹായം ചോദിക്കാന്ന് പറയുമ്പോ ഈ നിയമവ്യവസ്ഥയിലൂടെയാണ് ചോദിക്കേണ്ടത് എന്നെന്താ സമ്മതിക്കാത്തത്? അവിടെ മാത്രം പറയുമ്പോ നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടൂല. ബാക്കിയൊക്കെ അവന്റെ വ്യവസ്ഥിതിയോട് നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ സഹായം ചോദിക്കലും അവന്റെ നിയമവ്യവസ്ഥിതിയിലൂടെയുള്ള ചോദിക്കലാണ്. അത് അടയ്ക്കാണ് ഭൂമിയിലിട്ട കഴുങ്ങിനുണ്ടാവും, തെങ്ങാണ് കുഴിച്ചിട്ട തേങ്ങ ഉണ്ടാവും. അതന്നെ അവന്റെ അത് കോടാനുകോടി ഗുണങ്ങളാണ്. അത് നിങ്ങൾക്ക് ഒന്നൊന്നിട്ട് പറയാൻ പറ്റില്ല. അനേക കോടി ഗുണങ്ങളുടെ ഒരു ആകത്തുകയാണ്. സിഫത്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളികളാണ്. ആ ഖുർആൻ അസ്മാവെന്നാ പറഞ്ഞത്. ക്വാളിറ്റി അനേക കോടി ഗുണങ്ങളുടെ ഒരു ആകത്തുകയാണ്. അതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അനേക കോടി ഗുണങ്ങളുടെ ഒരു ആകത്തുകയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തി ഒരു കസേരയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് തോൽസഞ്ചിയിൽ കുറച്ച് അനുഗ്രഹങ്ങളും പെറുക്കി വെച്ച് ആരൊക്കെ ചോദിക്കുന്നത് മയമതും പോക്കരും എന്തൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ച് അതിന് നേരിട്ട് അറിയില്ല. മലക്കുകളാണ് വിടുന്നത്. നേരിട്ടിപ്പോ സൈവലി എന്താ ചോദിക്കുന്ന അറിയില്ല, അഹമ്മദ് എന്താ ചോദിക്കുന്ന അറിയില്ല, പോക്കർ എന്താണ് നേരിട്ട് ഈ അള്ളാഹ്ക്കോട്ട് അറിയില്ല. അതിന് മലക്കുകളെ നിയോഗിക്കണം. ഓല് എഴുതി റെക്കോർഡാക്കി കൊണ്ടുവന്ന് കൊടുക്കണം. ഇപ്പൊ മറ്റേ ആളൊന്ന് ചോദിക്കുന്നുണ്ട്, അതെന്താ വേണ്ടത്? എന്നാ അത് കൊടുത്തത്.
ഇന്നയാള് ഇന്നൊരാവശ്യം പറയുന്നുണ്ട്, അതിനിപ്പം തന്നെ ഈ കാട്ടേണ്ടത് എന്നാ അവന് കൊടുക്കണ്ട. ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന ഒരു പടച്ചോനെ മനസ്സിലാക്കി അങ്ങോട്ട് കാലാകാലം മനസ്സിലായാൽ സംഗതി കിട്ടൂല എന്ന് മാത്രം. അതാണ് അനേക കോടി ഗുണങ്ങളുടെ, അതാണ് രക്തധമനിയേക്കാൾ ഞാൻ അടുത്താണെന്ന അവന്റെ രക്തധമനിയുടെ സംക്രമണം വരെ ഈ വ്യവസ്ഥിതിക്കാൻ അനുസരിച്ചിട്ടാണ്. ഒരു പൂവ് കായ്ക്കണത്, പുഷ്പിക്കുന്നത്, അത് വിരിയുന്നത്. അത് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതാനുള്ള വിവരമുള്ളത് അത്ര ഞാൻ ചുരുക്കി പറഞ്ഞു. അതിന്റെയൊക്കെ ആകത്തുകയാണ് എന്ത് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത്. ആ വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുള്ളൂ, ആ വ്യവസ്ഥിതിക്ക് മാത്രമേ ഞങ്ങൾ വണങ്ങുകയുള്ളൂ, വഴിപ്പെടുകയുള്ളൂ, അതിനെ മാത്രമേ ഞങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയുള്ളൂ, ആ ജീവിത വ്യവസ്ഥിതിയെ മാത്രമേ പാലിക്കുകയുള്ളൂ. അല്ലാതെ പാലിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞു, റോഡിന്റെ നടുകൂടി പോകരുത്, പോയാൽ എന്താ, ഒന്നുമില്ല, വണ്ടിയെ കേട്ടാ വണ്ടിയുണ്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഒന്നും സംഭവിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ട്രെയിനിനേക്കാൾ അപകടമാണ് പറഞ്ഞത്. ട്രെയിനിന് ഒരു നിയമവ്യവസ്ഥയുണ്ട്, ആ പാളത്തിൽ തലവെച്ചാലേ മൂപ്പരെന്തെങ്കിലും കാര്യമുള്ളൂ. പക്ഷെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തകർത്ത് തരിപ്പണാവും. അതാണ് ദൈവിക നിയമവ്യവസ്ഥയ്ക്ക്. അല്ലാതെ ഒരു മനുഷ്യൻ പോയാല് ഒരു ട്രെയിനിനേക്കാൾ അപകടമാണ് ഞാൻ പറഞ്ഞത്. ഒരു ട്രെയിൻ എന്താണെന്ന് ആ പാളത്തില് ആരെങ്കിലും തലവെച്ചാലേ സംബന്ധിയാക്കുള്ളൂ. പക്ഷെ ഒരു ദൈവിക വ്യവസ്ഥയെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, അറിവില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടുള്ള അപകടം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിനേക്കാളും വലിയ അപകടം. അവൻ ലോകത്തെ തന്നെ തരിപ്പണാക്കി കളയും, അവൻ ലോകത്തെ തന്നെ സംബന്ധിയാക്കി കളയും. അതാണ്. അപ്പൊ ബുദ്ധിയില്ലാത്ത ഒരു യന്ത്രത്തിനേക്കാൾ അപകടകാരിയാണ്, നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തെക്കാൾ അപകടകാരിയാണ് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ആ വ്യവസ്ഥയിലൂടെ മാത്രമേ അതിനെ മാത്രമേ ഞങ്ങൾ പാലിക്കുകയുള്ളൂ, ആ നിയമവ്യവസ്ഥയ്ക്ക് മാത്രമേ ഞങ്ങൾ വഴിപ്പെടുകയുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് കുറച്ച് താത്വികമായ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒഴിഞ്ഞു തന്നെ കുറച്ചേരം ആലോചിച്ചാൽ എന്റെ ഒന്നിന് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കുറച്ച് ഫിലോസഫി അടിയായി എന്നുള്ളവർക്ക് തോന്നിയിട്ടുണ്ട്, കാരണം നിങ്ങളുടെ മുഖഭാവങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് ഫിലോസഫി അധികമായി സംവിധാനത്തിന്റെ രാജകീയ സംവിധാനമുള്ള മനസ്സിൽ പറയുമ്പോൾ പരിസ്ഥിതിന് വേണ്ടി, മറ്റേ അവസാനത്തിന് വേണ്ടി, ജനകാര്യത്തിന് വേണ്ടി രാജകീയ അതെന്താ പറയുന്നത്, ഒന്നും രാജാവിന്റെ മനസ്സിൽ വരുന്ന രാജ്യം നടക്കുന്ന സംവിധാനം വിചാരിക്കണം. മനസ്സിലുള്ള സംവിധാനം വരുമ്പോൾ ഇതിനെ പങ്കിട്ട് അവരെ ദർശനം ഇങ്ങനെ മനസ്സിൽ നോക്കുന്ന ആളുകൾ അങ്ങനെ രാജകീയ അപ്പോൾ രാജാവുണ്ട്. അത് പണ്ടത്തെ ഒരു വ്യാഖ്യാനാണ്. മലക്കിന് ഇടിമിന്നലിന്റെ മലക്ക്, മഴ പെയ്യിപ്പിക്കാനുള്ള മലക്ക്, ആളുകളുടെ റെക്കോർഡ് എഴുതാനുള്ള മലക്ക്, റബ്ബറിൽ ഇടിക്കാനുള്ള മലക്ക്, അങ്ങനെയൊന്നും ഖുർആനിൽ മലക്കില്ല. ഖുർആനിൽ അങ്ങനത്തെ ഒരു മലക്കുള്ളത്. പക്ഷെ ഖുർആനിൽ അങ്ങനെയല്ല. അതിന് മലക്ക് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഇടിമിന്നാനൊരു മലക്ക്, സന്ദേശം കൊണ്ടുവരാനൊരു മലക്ക്, ജിബ്രീലൊന്നും മലക്കന്നല്ല. ജിബ്രീൽ മലക്കാണ് എവിടെ ഖുർആനിൽ. അതല്ല, മലക്കിന്റെ വിഷയം പറയുമ്പോ ജിബ്രീൽ മലക്കാണ്. മൻകാന അദുവ്വൻ ലില്ലാഹി വ ജിബ്രീൽ വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വ ജിബ്രീലാണ് പിന്നെ പറയുന്നത്. മൻകാന അദുവ്വൻ ലില്ലാഹി, ആരാണ് അള്ളാഹുവിന്റെ ശത്രു, വ മലായികതിഹി, മാലാകമാരുടെ ശത്രു, വ കുതുബിഹി വ റസുലിഹി വ ജിബ്രീലാണ് പിന്നെ വേറെ പറയുന്നത്. മലക്ക് പറഞ്ഞു കഴിഞ്ഞ് കിതാബും റസൂലൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് പോയി ജിബ്രീല വ മീകാല എന്ന് പറയുന്നത്. ജിബ്രീലും മീകാലൊന്നും മലക്കല്ല, മീകായിലും പോലും അല്ല. ആ ഒരു ചെറിയ വ്യത്യാസം പോലും നമ്മുടെ പണ്ഡിതന്മാർ കിട്ടുന്നു. മീകായിലിനല്ല, മീകാലിനാണ്. അടുത്ത 10 പേര്